ഇടുക്കി കരുണാപുരത്ത് വയോധികനെ ആസിഡ് ഒഴിച്ച് കൊലപ്പെടുത്തി. കുഴിഞ്ഞത്തോളു ഈറ്റപ്പുറത്ത് സുകുമാരനാണ് കൊല്ലപ്പെട്ടത്. കൊലപാതകത്തെ തുടർന്ന് സുകുമാരന്റെ ബന്ധുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. മുഹമ്മദ് ആഷിഖ് കൊണ്ട് വിവരങ്ങൾ നൽകാനായി. ആഷിഖ്, ഈ കൊലപാതക കാരണം എന്താണ് എന്നാണ് പോലീസിന്റെ ഒരു പ്രൈമറി റിപ്പോർട്ട്? മറ്റ് വിശദാംശങ്ങൾ? ഒരു കുടുംബത്തിലുണ്ടായിരുന്ന ചില തർക്കങ്ങളാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് നിലവിൽ പോലീസ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. ഇടുക്കി കരുണാപുരത്ത് കുഴിത്തോള് ഈറ്റപ്പുറത്ത് സുകുമാരൻ എന്ന 63-കാരനാണ് ആസിഡ് ഒഴിച്ച പരിക്കേറ്റ് ദാരുണമായി മരണം സംഭവിച്ചത്. ഈ സംഭവത്തിൽ ഇയാളുടെ പിതാവിന്റെ സഹോദരിയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഈ പിതാവിന്റെ സഹോദരി കഴിഞ്ഞ 15 ദിവസമായി കരുണാപുരത്തെ ഈ മരണപ്പെട്ട സുകുമാരന്റെ വീട്ടിലായിരുന്നു താമസിച്ചു വന്നിരുന്നത്. ഇവർ തമ്മിൽ ചില സാമ്പത്തിക ഇടപാടുകൾ നടന്നിരുന്നെന്നും അതിന്റെ പേരിൽ തർക്കങ്ങൾ നടന്നിരുന്നെന്നും പ്രദേശവാസികൾ പറയുന്നുണ്ട്. സുകുമാരനെതിരെ ഇപ്പോൾ പോലീസ് കസ്റ്റഡി എടുത്തിരിക്കുന്ന സ്ത്രീ പോലീസിൽ ഒരു പരാതിയും നൽകിയിരുന്നു. ഏതായാലും ഇന്നലെ വൈകുന്നേരത്തോടെയാണ് സുകുമാരനെ ആസിഡ് ഒഴിച്ച് പൊള്ളലേറ്റ നിലയിൽ പ്രദേശവാസികൾ കണ്ടെത്തുന്നത്. തുടർന്ന് തൊട്ടടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിലേക്കും പിന്നീട് ഇടുക്കി മെഡിക്കൽ കോളേജിലേക്കും മാറ്റുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റിരുന്നു. തുടർന്ന് തുടർ ചികിത്സകൾക്കായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹം കൊണ്ടുപോകുന്നതിനിടയിലാണ് ഈ മരണം സംഭവിക്കുന്നത്. ഏതായാലും ഈ ആക്രമണം നടത്തിയെന്ന് സംശയിക്കുന്ന സുകുമാരന്റെ പിതാവിന്റെ സഹോദരിയെ നിലവിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ്. എന്താണ് സംഭവിച്ചതെന്നുള്ളത് കൂടുതൽ അന്വേഷണത്തിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ എന്നാണ് ഈ ഘട്ടത്തിൽ നെടുങ്കണ്ട പോലീസ് അറിയിക്കുന്നത്. അജി, ഈ കൊലപാതക വിവരം എപ്പോഴാണ് ആഷിക്ക് പുറം ലോകം അറിയുന്നത്? ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? അജി, ഇന്നലെ വൈകുന്നേരമാണ് ഈ ആക്രമണം നടക്കുന്നത്. വൈകുന്നേരം വീട്ടിൽ ശരീരത്തിൽ ആസിഡ് ഒഴിച്ച് പൊള്ളലേറ്റ നിലയിലാണ് തൊട്ടടുത്തുള്ള പ്രദേശവാസികളും നാട്ടുകാരും സുകുമാരനെ കണ്ടെത്തുന്നത്. തുടർന്ന് തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക്, സ്വകാര്യ ആശുപത്രിയിലേക്ക് ആദ്യഘട്ടത്തിൽ മാറ്റുകയായിരുന്നു. പരിക്ക് ഗുരുതരമാണെന്ന് കണ്ടതോടെ ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. അവിടെ നിന്നാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുന്നതിനിടയിലാണ് മരണം സംഭവിക്കുന്നത്. ഈ ആക്രമണം നടന്ന ഉടനെ തന്നെ സംഭവം പോലീസ് അറിയുകയും പോലീസ് അന്വേഷണം നടത്തുകയും ചെയ്തിരുന്നു. നിലവിൽ ആ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് സുകുമാരന്റെ വീട്ടിലുണ്ടായിരുന്ന സുകുമാരന്റെ പിതാവിന്റെ സഹോദരിയെ പോലീസ് കസ്റ്റഡി എടുത്തിട്ടുള്ളത്. ഇവർ ചോദ്യം ചെയ്ത് വരികയാണ്. ഏതായാലും മരണം സംഭവിച്ചു എന്നുള്ളതാണ്. 63-കാരനായ സുകുമാരൻ എന്ന വ്യക്തിയാണ് ആസിഡ് പൊള്ളലേറ്റ് മരണപ്പെട്ടിട്ടുള്ളത്. ഇതിന്റെ പിന്നിൽ നടന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പോലീസ് ഈ ഘട്ടത്തിൽ വ്യക്തമായി പറയുന്നില്ല. കൂടുതൽ അന്വേഷണം നടത്തണം. ഏതായാലും ഒരു കുടുംബ പ്രശ്നമാണ്. അതിന് രണ്ടുപേർ തമ്മിലുണ്ടായിരുന്ന സാമ്പത്തിക ഇടപാടുകളും അതിന് കാരണമായിരുന്നു. മുൻവൈരാഗ്യം ഇരുവരും തമ്മിൽ ഉണ്ടായിരുന്നുവെന്നും ഈ ഘട്ടത്തിൽ പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ആഷിഖാണ് വിവരങ്ങൾ നൽകിയത്.